നമസ്കാരം. ഇന്ന് സംഭവിച്ചതിലേക്കാണ്. കർഷകർ സമരം കടുപ്പിച്ചിരിക്കെ ഒരിക്കൽ കൂടി ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു കേന്ദ്രം. എല്ലാ വിഷയങ്ങളിലും ചർച്ചയാകാം എന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. അതിനിടെ അതിർത്തിയിൽ വലിയ സംഘർഷാവസ്ഥയാണ് നിലവിൽ ഉള്ളത്. തിരുവനന്തപുരം കാരയ്ക്ക മണ്ഡപത്തിൽ വീട്ടിൽ പ്രസവത്തെ തുടർന്ന് മാതാവും കുഞ്ഞും മരിച്ചത് ഇന്നലെ കേരളത്തിന് ഏറെ ഞെട്ടലുണ്ടാക്കിയ വാർത്തയാണ്. ഭർത്താവിന്റെ നിർബന്ധപ്രകാരമാണ് ആശുപത്രിയിലേക്ക് പോകാതിരുന്നത് എന്നതുൾപ്പെടെ കൂടുതൽ വിവരങ്ങൾ ഇന്ന് പുറത്തുവരുമ്പോൾ ഇയാൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് വീണ്ടും ചൂട് കൂടുമെന്നാണ് മുന്നറിയിപ്പ്. ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. TP കേസിൽ വിചാരണ കോടതി വെറുതെ വിടുകയും ഹൈക്കോടതി കുറ്റക്കാരെന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തുകയും ചെയ്ത 10-12 പ്രതികൾ KK കൃഷ്ണൻ, ജ്യോതി ബാബു എന്നിവർ അല്പം മുൻപ് കോടതിയിൽ കീഴടങ്ങി. ഇന്ന് സംഭവിച്ചത് ആരംഭിക്കുന്നു. സ്വാഗതം. ആദ്യം നമ്മൾ പോകുന്നത് കർഷക സമരത്തിന്റെ വാർത്തയിലേക്ക്. കർഷകർ മുന്നോട്ട്. ശംഭു അതിർത്തിയിൽ നിന്ന് ഡൽഹി ചലോ മാർച്ചുമായി കർഷകർ. ട്രാക്ടറുകളും JCBകളുമായി കർഷകർ അതിർത്തിയിലേക്ക് നീങ്ങുന്നു. സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ്. പോലീസ് വീണ്ടും കണ്ണീർ വാതകം പ്രയോഗിച്ചു. സംഘർഷം തുടരുന്നതിനിടെ ക്രമസമാധാനം പാലിക്കാൻ പഞ്ചാബ് സർക്കാരിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കത്തയച്ചു. ഹരിയാനയിലെ 7 ജില്ലകളിൽ ഇന്റർനെറ്റ് നിരോധിച്ചു. അതിനിടെ കർഷകരെ കേന്ദ്ര സർക്കാർ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചു. താങ്ങുവില ഉൾപ്പെടെയുള്ള എല്ലാ ആവശ്യങ്ങളിലും ചർച്ച നടത്താമെന്നാണ് കേന്ദ്ര കൃഷിമന്ത്രി അർജുൻ മുണ്ടയുടെ വാഗ്ദാനം. ഞങ്ങളുടെ പ്രതിനിധികൾ നിതിൻ അംബുജനും R അച്യുതനും ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ആദ്യം R അച്യുതനിലേക്ക്. അച്യുതൻ, കഴിഞ്ഞ ദിവസം ചർച്ചകൾ നടത്തിയിട്ടുണ്ട്, പലവട്ടം ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതിലൊന്നും തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നിപ്പോൾ ഒരിക്കൽ കൂടി സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്ത് പരിഹരിക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ ഈ താങ്ങുവിലയിലൊക്കെ ഒരു തീരുമാനം പ്രതീക്ഷിക്കാൻ കഴിയുമോ? അനുജ, തീർച്ചയായിട്ടും ആ സൂചനകൾ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു നിലവിലെ സാഹചര്യത്തിൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്. കാരണം ഈ സമരവുമായി കർഷകർ മുന്നോട്ട് പോയാൽ അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ വലിയ തിരിച്ചടികളായിരിക്കും കേന്ദ്ര സർക്കാരിന് ഉണ്ടാവുക. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് വീണ്ടും ഒരു ചർച്ചകളുടെ സാധ്യത കേന്ദ്ര സർക്കാർ ഇപ്പോൾ കർഷകർക്ക് മുന്നിലേക്ക് തുറന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ 4 ചർച്ചകളിൽ ഒരു സമവായത്തിലേക്ക് എത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. കർഷകരുടെ പ്രധാന ആവശ്യങ്ങൾ താങ്ങുവില, അതുപോലെ തന്നെ കർഷക സമയത്ത് രജിസ്റ്റർ ചെയ്ത FIRകൾ റദ്ദാക്കണമെന്ന ആവശ്യം തുടങ്ങിയവയിൽ ഒരു തരത്തിലുള്ള തീർപ്പും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഇന്ന് വീണ്ടും ഡൽഹി ചലോ മാർച്ചുമായി കർഷകർ മുന്നോട്ട് പോകാൻ ഒരുങ്ങിയത്. എന്നാൽ ആ ഒരു സാഹചര്യത്തിൽ പോലീസും കർഷകരുമായി നേർക്കുനേർ എത്തിയ സാഹചര്യത്തിലാണ് വീണ്ടും ഈ വിഷയങ്ങളിൽ ചർച്ചകൾ നടത്താമെന്നുകൂടി കേന്ദ്ര കൃഷിമന്ത്രി അർജുൻ മുണ്ടെ അറിയിച്ചത്. അതായത് എല്ലാ പ്രശ്നങ്ങളിലും പരിഹാരം കാണാമെന്നുള്ളതാണ്. കാരണം ഈ സമാധാനവും അതുപോലെ തന്നെ പ്രശ്ന പരിഹാരവുമാണ് സർക്കാരിന്റെ മുൻഗണനയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്നാണ്. പക്ഷേ കർഷകർ ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം ഇതുവരെയും കേന്ദ്രത്തിനെ അറിയിച്ചിട്ടില്ല. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എവിടെ വച്ചായിരിക്കും ചർച്ചയുടെ വേദിയാവുക തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാവുക. കഴിഞ്ഞ ചർച്ച പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു നടത്തിയെങ്കിലും ആ ചർച്ചയിലും കാര്യമായ ഫലം ഉണ്ടായില്ല. എന്തായാലും ഈ അഞ്ചാമതായി വീണ്ടും മുന്നോട്ട് വെച്ച ചർച്ചകളിൽ ഒരു സമവായത്തിലെത്തിയാൽ ഈ കർഷക സമരത്തിന് ഒരു അവസാനം കാണും. അല്ലെങ്കിൽ വീണ്ടും കർഷകർ ഈ തെരുവിൽ തന്നെ തുടരുന്ന സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക. എന്തായാലും ഈ ചർച്ചകളുടെ സാധ്യതകളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്.
അനുജ. ഇതിൽ ഈ നിലവിൽ ഏതെങ്കിലും തരത്തിലൊരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു ഫോർമുല തയ്യാറാക്കിയിട്ടൊക്കെ ആകുമോ ചർച്ചയിലേക്ക് സംഘടനകൾ പോകുന്നത്? അത് എപ്പോഴായിരിക്കും എന്നൊക്കെയുള്ളത് ഒരുപക്ഷെ സംഘടനകൾ കൂടി അതിന് സമ്മതം അറിയിക്കുമ്പോഴാകും അതിൻ്റെ കാര്യങ്ങളൊക്കെ പുറത്തു വരിക. പക്ഷേ ഏത് തരത്തിലേക്കാകും ചർച്ച മുന്നോട്ട് പോവുക എന്നതിൻ്റെ സൂചനകളുണ്ടോ അച്യുതൻ? അനുജ, കർഷകർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്, അതായത് ഈ ആദ്യത്തെ കർഷക സമരം അവസാനിപ്പിക്കുന്നത് തന്നെ കർഷകർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അത് അംഗീകരിക്കാമെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകിയതിന്റെ പുറത്തായിരുന്നു. അത് താങ്ങുവില, അതുപോലെ തന്നെ ഈ FIR-കൾ റദ്ദാക്കണം തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു മുന്നോട്ട് വെച്ചത്. പക്ഷേ അതിൽ തീർപ്പുണ്ടായില്ല. ഈ കഴിഞ്ഞ ചർച്ചകളിലും ആ ആവശ്യങ്ങളിൽ തന്നെ കർഷകർ ഉറച്ചു നിന്നെങ്കിലും അതിലൊരു പരിഹാരം കാണുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് അർജുൻ മുണ്ടയുടെ പ്രസ്താവനയിൽ അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന് തന്നെയാണ്. അതായത് ഒരുപക്ഷെ കർഷകർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളിൽ അതിലൊരു പരിഹാരം കാണാൻ കേന്ദ്ര സർക്കാർ, അതായത് ഈ സമര സമ്മർദ്ദം മൂലം ഒരുങ്ങുകയാണ് എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ആ ഒരു പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാകുന്നത്. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞതുപോലെ കർഷക സംഘടനകൾ അവരുടെ താല്പര്യം അറിയിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വേദി നിശ്ചയിച്ചുകൊണ്ട് ചർച്ചകൾ നടക്കും. അതിൽ കേന്ദ്ര കൃഷിമന്ത്രിയും മറ്റ് മന്ത്രിമാരും ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു ചർച്ചയായിരിക്കും. കാരണം നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറ്റു മന്ത്രിമാരുമായി ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല തീരുമാനങ്ങളിലേക്ക് എത്താൻ കൂടിയുള്ള നിർദ്ദേശങ്ങളും മുന്നോട്ട് വച്ചിരുന്നു. എന്തായാലും സമരം വീണ്ടും കൊടുമ്പിരി കൊണ്ട ഈ സമയത്ത് ഇതിലൊരു പരിഹാരം കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സമവായം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ ചർച്ച ചെയ്യാം എന്നൊരു നിർദ്ദേശം ഇപ്പോൾ കേന്ദ്ര സർക്കാർ കർഷകർക്ക് മുൻപിലേക്ക് വച്ചിരിക്കുന്നത്. അനുജ. അച്യുതൻ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ഈ തരത്തിലേക്ക് എങ്ങനെയെങ്കിലും ഈ വിഷയം പരിഹരിക്കുക എന്നൊരു നിലപാടിലേക്ക് കൂടി കേന്ദ്ര സർക്കാർ എത്തും എന്നതും നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാമെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും അനുജ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകം. കാരണം പൊതുവെ മോദി സർക്കാരിനെതിരെ പ്രശ്നങ്ങൾ അത്ര രൂക്ഷമല്ലാത്തൊരു സാഹചര്യമായിരുന്നു. പക്ഷേ അവിടെയാണ് കർഷക സമരം വീണ്ടും രണ്ടാം ഘട്ട കർഷക സമരം ആരംഭിക്കുന്നത്. അപ്പോൾ കേന്ദ്രത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി ഈ സമരം ഏതെങ്കിലും തരത്തിൽ പരിഹരിക്കുക എന്നുള്ളതാണ്. കാരണം കർഷകർ ഇതേ നിലയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ഈ തെരഞ്ഞെടുപ്പിനെ അടക്കം കാര്യമായി തന്നെ ബാധിക്കും. പ്രതിപക്ഷത്തിന് കാണിക്കുവാൻ ഒരു പ്രധാന വിഷയമായി തന്നെ കർഷക സമരം മാറും. അത് ഒരു തരത്തിലും ഗുണം ചെയ്തേക്കില്ല. കാരണം കാര്യമായ പ്രതീക്ഷ വച്ചുകൊണ്ടാണ് ഈ പല പ്രചരണങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. പലയിടങ്ങളിലുള്ള പ്രചാരണത്തിൽ പറയുന്നത് തന്നെ 370 സീറ്റുകൾക്ക് മുകളിൽ BJP വിജയിക്കുമെന്നുള്ള പ്രഖ്യാപനങ്ങളാണ്. പക്ഷേ അതിലെല്ലാം ഒരു തരത്തിൽ തിരിച്ചടിയാകുന്നതായിരിക്കും കർഷക സമരം ഇങ്ങനെ തുടർന്നു പോയാൽ. അതുകൊണ്ട് തന്നെ ഇതിനൊരു പരിഹാരം കണ്ട ഈ ചർച്ചകളിലൂടെ പരിഹാരം കാണുക എന്നുള്ള ഒരു മാർഗം മാത്രമേ കേന്ദ്രത്തിന് മുന്നിലുള്ളൂ. കർഷക സംഘടനകൾ അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ നിന്ന് പിന്മാറാത്ത കാലം അത്രയും അതേ ആവശ്യങ്ങൾ അംഗീകരിക്കുക മാത്രമേ കേന്ദ്രത്തിന് മുൻപിലുള്ളൂ. എന്തായാലും കർഷകർ അവരുടെ ആവശ്യങ്ങളിൽ നിന്ന് പിന്മാറില്ല എന്ന് തന്നെയാണ് ഉറപ്പാക്കിയിരിക്കുന്നത്. ആ ആവശ്യങ്ങൾ കേന്ദ്രം നടപ്പിലാക്കും വരെയും തെരുവിൽ തന്നെ തുടരും എന്നുള്ള ആഹ്വാനം കൂടി ഈ കർഷക സംഘടനകൾ, രാഷ്ട്രീയതര വിഭാഗങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ കേന്ദ്ര കൃഷിമന്ത്രി അർജുൻ മുണ്ടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാമെന്ന് തന്നെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഇനി കർഷക സംഘടനകളുടെ തീരുമാനമാണ് ഇതിൽ അറിയേണ്ടത്. അവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുമോ? ഇനി പങ്കെടുത്തു കഴിഞ്ഞാൽ അതിലെന്തൊക്കെയായിരിക്കും ഇനി ഉണ്ടാവുക? ഒരു പക്ഷേ കർഷകരുടെ ആവശ്യങ്ങളിൽ കേന്ദ്രത്തിന് വഴങ്ങേണ്ടി വന്നാൽ അത് ഈ പറഞ്ഞതുപോലുള്ള സമരം അവസാനിപ്പിക്കുക എന്നതിലേക്ക് കൂടി കാര്യങ്ങൾ നീളും. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടികളായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുത്ത ഘട്ടത്തിൽ നേരിടേണ്ടി വരുന്നത്. അനുജ. ശരി, കർഷക സമരം തുടരുകയാണ്. അതിർത്തിയിൽ വലിയ സംഘർഷമൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് കേന്ദ്ര സർക്കാർ ഒരിക്കൽ കൂടി അറിയിച്ചത്. എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്ത് പരിഹരിക്കാം എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ നിലപാട്. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. അംഗത്തിനൊരുക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ കെ ശൈലജ CPIM സ്ഥാനാർത്ഥിയാകും. പത്തനംതിട്ടയിൽ ഡോക്ടർ TM തോമസ് ഐസക്കും ചാലക്കുടിയിൽ പ്രൊഫസർ C രവീന്ദ്രനാഥും സ്ഥാനാർത്ഥിയായേക്കും. മലപ്പുറത്ത് DYFI സംസ്ഥാന സെക്രട്ടറി B വസീഫിനാണ് സാധ്യത. പൊന്നാനിയിൽ പൊതുസ്വതന്ത്രൻ വരും. ആലത്തൂരിലും കാസർകോട്ടും മാറ്റത്തിന് സാധ്യതയുണ്ട്. സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ CPIM സംസ്ഥാന നേതൃയോഗങ്ങൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലാ നേതൃത്വം പരിഗണിച്ച്
ഒറ്റ പേരിലേക്ക് എത്തിയിരുന്നു. ആ പേരുകളെല്ലാം പുറത്തു വരികയും ചെയ്തു. ഇന്നിപ്പോൾ അതിനൊക്കെ അന്തിമ അംഗീകാരമായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൽ മറ്റു പേരുകൾ കേൾക്കുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? പ്രത്യേകിച്ച് ആലത്തൂരിലൊക്കെയുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടോ? CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയുമാണ് ഇന്ന് ചേർന്നത്. ഈ യോഗത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കാര്യമായി നടന്നത്. ആ ചർച്ചയിൽ ഇപ്പോൾ ഈ ഒറ്റപ്പേരിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ലാത്ത മണ്ഡലങ്ങളിൽ ഒറ്റപ്പേരിലേക്ക് എത്തിയെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ മത്സരിക്കും എന്നൊരു വിവരമുണ്ടായിരുന്നു. എന്നാൽ ആലത്തൂരിലും കാസർഗോഡിലും ആ മാറ്റത്തിന് സാധ്യതയുണ്ട് എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മലപ്പുറത്ത് വി വസീഫിന് സാധ്യത എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ചാലക്കുടിയിൽ പ്രൊഫസർ സി രവീന്ദ്രനാഥ് സ്ഥാനാർത്ഥിയാകും. നേരത്തെ അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ചാലക്കുടിയിൽ ഇപ്പോൾ പ്രൊഫസർ സി രവീന്ദ്രനാഥിലേക്ക് സംസ്ഥാന നേതൃയോഗങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പൊന്നാനിയിൽ പൊതുസ്വതന്ത്രൻ വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ KT ജലീലിന്റെ അടക്കം പേരുകൾ ഉയർന്നു കേട്ടെങ്കിലും പൊതുസ്വതന്ത്രൻ എന്നുള്ള ഇതിൽ നോക്കുകയാണ്. പത്തനംതിട്ടയിൽ കേന്ദ്ര കമ്മിറ്റി അംഗം TM തോമസ് ഐസക് പേര് ഉറപ്പിക്കുന്നുണ്ട്. മാത്രമല്ല വടകരയിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള KK ശൈലജ ഉറപ്പിച്ചു. എറണാകുളത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ പേരിൽ നിന്ന് വ്യത്യസ്തമായി KJ ഷൈൻ KSTF ഭാരവാഹിയാണ്. KJ ഷൈൻ ടീച്ചർ സ്ഥാനാർത്ഥിയാകും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ യേശുദാസ് പറപ്പള്ളി, KV തോമസിന്റെ മകൾ രേഖ തോമസ് എന്നിവരുടെ പേരുകൾ പരിഗണിച്ചിരുന്നു. ഇപ്പോൾ ആ പേരുകളിൽ നിന്ന് വ്യത്യസ്തമായി എറണാകുളത്തെ KJ ഷൈൻ ടീച്ചർ CPM-ന്റെ ലോക്സഭാ സ്ഥാനാർത്ഥിയാകും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇതാണ് നിലവിൽ ഇപ്പോൾ വരുന്നത്. മറ്റു പേരുകൾ അതേപോലെ തന്നെ ആയിരിക്കും. ആറ്റിങ്ങലിൽ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയും അതേപോലെ തന്നെ MLA ആയിട്ടുള്ള വി ജോയി, കൊല്ലത്ത് MLA ആയിട്ടുള്ള M മുകേഷ്, ആലപ്പുഴയിൽ നിലവിൽ ഇപ്പോൾ സിറ്റിംഗ് MP ആയിട്ടുള്ള AM ആരിഫ, ഇടുക്കിയിൽ ജോയ്സ് ജോർജ്, അതേപോലെ തന്നെ പാലക്കാട് A വിജയരാഘവൻ, ഈ കോഴിക്കോട് എളമരം കരീം എന്നീ പേരുകൾ തന്നെ പരിഗണിക്കാനാണ് സാധ്യത. ഏതായാലും അതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരും. ആലത്തൂരിലും കാസർഗോഡിലും മാത്രം മാറ്റത്തിന് സാധ്യതയുണ്ടെന്ന വിവരം കൂടി ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അനുജ, ഷഫീദ്, ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമില്ല എന്നറിയിച്ചതായി കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വാർത്തയുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിലേക്ക് തന്നെ വീണ്ടും എത്താനാണ് സാധ്യത എന്നാണ് ഇന്നലെയൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വന്നതും. വീണ്ടും ആ പേര് മാറുന്നു എന്നതാണോ? ഒപ്പം കാസർഗോട്ടെ മാറ്റം അതെന്താണ്? നിലവിൽ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം, നേരത്തെ ഈ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി തന്നെ മത്സരിക്കട്ടെ എന്നുള്ളതായിരുന്നു ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. പക്ഷേ സംസ്ഥാന നേതൃത്വത്തിന് മുമ്പിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമായും ചില മാറ്റങ്ങൾ അക്കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. രണ്ട് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ അതുമായി ബന്ധപ്പെട്ട നിലവിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു വിവരമായി പുറത്തു വരുന്നുണ്ട്. കാസർഗോഡ് നേരത്തെ പരിഗണിച്ചിരുന്നത് ജില്ലാ സെക്രട്ടറി TD ബാലകൃഷ്ണനായിരുന്നു. അത് ജില്ലാ നേതൃത്വത്തെ ശുപാർശയായിരുന്നു. പക്ഷേ TD രാജേഷിന്റെ പേര് കൂടി സംസ്ഥാന നേതൃത്വം പരിഗണിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായും TD രാജേഷിന്റെ പേരാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. പക്ഷെ അവിടെ നമുക്ക് സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെ ചില മാറ്റങ്ങൾ അന്തിമ പട്ടികയിലേക്ക് ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതേസമയം ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതേസമയം എറണാകുളത്തടക്കം നേരത്തെ ഒറ്റപ്പേരിലേക്ക് എത്താൻ കഴിയാതിരുന്ന എറണാകുളത്തടക്കം ജില്ലാ നേതൃത്വം, എറണാകുളം ജില്ലാ നേതൃത്വം അത് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനത്തിന് വിട്ടിരുന്നു. എറണാകുളത്തടക്കം സ്ഥാനാർത്ഥി ആയിട്ടുണ്ട് എന്നുള്ളതാണ് സുപ്രധാനമായ വിവരം. എറണാകുളത്ത് KJ ഷൈൻ, നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ KJ ഷൈൻ ടീച്ചർ KSTF ഭാരവാഹിയാണ്. അവരായിരിക്കും CPM-ന്റെ സ്ഥാനാർത്ഥിയാവുക എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട്. വടകരയിൽ KK ശൈലജ ടീച്ചറുടെ പേര് നേരത്തെ ഉയർന്നതാണ്. അത് തന്നെയാണ് സാധ്യത. പത്തനംതിട്ടയിൽ TM തോമസ് ഐസക്, മലപ്പുറത്ത് വി വസീഫിന് സാധ്യത എന്നുള്ള വിവരവും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അനുജ, ഇതിൽ എറണാകുളത്ത് പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കാനുള്ള സാധ്യത അതൊക്കെ എങ്ങനെയാണ്? ആ തരത്തിലേക്കൊക്കെ ആകുമോ കാര്യങ്ങൾ പോവുക? അനുജ, KJ ഷൈൻ ടീച്ചറിന്റെ പേര് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നെങ്കിലും അക്കാര്യത്തിൽ നമുക്ക് സ്ഥിരീകരിച്ച് വിവരം പറയാൻ കഴിയില്ല. പക്ഷേ എങ്കിൽ കൂടി സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത കൂടുതൽ KJ ഷൈൻ ടീച്ചറിനാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ചാലക്കുടിയായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. ചാലക്കുടിയിലും ഇപ്പോൾ ഒരു പേരിലേക്ക് എത്തിയിരിക്കുന്നു. നേരത്തെ തീരുമാനിച്ചതുപോലെ തന്നെ പ്രൊഫസർ സി രവീന്ദ്രനാഥ് അവിടെ സ്ഥാനാർത്ഥിയാകും. എറണാകുളത്ത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റു ചില രണ്ട് പേരുകൾ, രേഖ തോമസ് ആണെങ്കിലും അതേപോലെ തന്നെ മറ്റൊരു പേര് കൂടി കാര്യമായി പരിഗണിച്ചിരുന്നു. പക്ഷേ അത് ജില്ലാ നേതൃത്വത്തിന് ഏതെങ്കിലും തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അതിന് പിന്നാലെയാണ് സംസ്ഥാന നേതൃത്വ പരിഗണനയിലേക്ക് വിട്ടത്. ഇപ്പോൾ അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. മറ്റ് കാര്യമായ മാറ്റങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകില്ല എന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇതിലിപ്പോൾ ഈ വി വസീഫിന്റെ പേര് അത് സാധ്യത എന്ന തരത്തിലേക്കാണോ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്? അത് ഉറപ്പിക്കുന്നത് ആ ഒരു ഘട്ടം അത് എപ്പോഴാണ്? മറ്റൊന്ന്, പൊന്നാനിയിൽ പൊതു സ്വതന്ത്രൻ എന്ന് പറയുമ്പോഴും അത് ആരായിരിക്കും എന്നതിലെ തീരുമാനം എപ്പോൾ കൈക്കൊള്ളും ഷഫീദ്? അനുജ, പൊന്നാനിയിൽ KT ജലീൽ മത്സരിക്കണമെന്നുള്ളതായിരുന്നു പാർട്ടി നേതൃത്വത്തിന്റെ ആഗ്രഹം. പക്ഷേ KT ജലീൽ തന്നെ ഇക്കാര്യത്തിൽ ചില വിയോജിപ്പുകൾ അറിയിച്ചതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷമാണ് പൊന്നാനിയിൽ വി വസീഫ് എന്നുള്ള പേരിലേക്ക് പൊന്നാനിയിൽ പൊതുസ്വതന്ത്രൻ എന്നുള്ള പേരിലേക്ക് നേതൃത്വം ചില ആലോചനകൾ തുടങ്ങിയത്. പക്ഷേ അത് ആരായിരിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ ചിലപ്പോൾ ഒരു അപ്രതീക്ഷിത ട്വിസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അത് പൊതുസ്വതന്ത്രൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ചില വളരെ അപ്രതീക്ഷിതമായ നീക്കങ്ങൾ പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ പാർട്ടി നേതൃത്വ തീരുമാനമായി പുറത്തു വരാനാണ് സാധ്യത. അനുജ,
ശരി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ കെ ശൈലജ, പത്തനംതിട്ടയിൽ ഡോക്ടർ ടി എം തോമസ് ഐസക്, ചാലക്കുടിയിൽ പ്രൊഫസർ സി രവീന്ദ്രനാഥ്, മലപ്പുറത്ത് വി വസീഫിന് സാധ്യത, പൊന്നാനിയിൽ പൊതുസ്വതന്ത്രൻ, എറണാകുളത്ത് KSTA ഭാരവാഹി ഷൈൻ ടീച്ചർ, ആലത്തൂരിലും കാസർകോട്ടിലും ഇപ്പോൾ ഒരു പേരിലേക്ക് എത്തിയിട്ടില്ല തുടങ്ങിയ വിവരങ്ങളാണ് ഇന്നിപ്പോൾ CPIM നേതൃയോഗങ്ങൾ അവസാനിക്കുമ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ഷഫീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ 3ാം സീറ്റ് ആവശ്യത്തിൽ UDF-ൽ ചർച്ച തുടരുകയാണ്. സമരാഗ്നിക്ക് ശേഷം സീറ്റ് വിഭജനത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. കോൺഗ്രസ് ലീഗ് നേതാക്കൾ തമ്മിൽ ഓൺലൈനായി ചർച്ച നടത്തും. 3ാം സീറ്റ് ആവശ്യത്തിൽ നിലപാട് കടുപ്പിക്കാൻ തന്നെയാണ് ലീഗ് തീരുമാനം. ഇത്തവണ വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ലെന്ന് പാണക്കാട്ട് ചേർന്ന യോഗത്തിൽ തീരുമാനമായി. കോൺഗ്രസുമായി ചർച്ച തുടരും. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരാൻ പോവില്ലേ, അപ്പോൾ പല കാര്യങ്ങളും വിലയിരുത്താനുണ്ടാവുമല്ലോ. പ്രസിഡന്റ് സാന്നിധ്യത്തിൽ ഉള്ള ബാക്കിയുള്ള ഒരു മെമ്പർ സീനിയർ നേതാക്കന്മാരൊക്കെ ഓൺലൈനിൽ ജോയിൻ ചെയ്തിരുന്നു. ഞങ്ങളൊന്ന് റിവ്യൂ ചെയ്തതാണ്. അല്ല, അതിലൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു, യാതൊരു വ്യത്യാസവും. അത് ഇനിയിപ്പോൾ UDF യോഗം വരെ ജാഥൻ്റെ അടിയിൽ എപ്പോഴെങ്കിലും ഉണ്ടാവുമല്ലോ, അപ്പോഴല്ലേ അത് സംബന്ധിച്ചുള്ള അന്തിമ കാര്യങ്ങൾ ഞങ്ങൾ പറയുള്ളൂ. അതേസമയം ലീഗിന്റെ ആവശ്യം ന്യായമാണെന്ന നിലപാട് തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. മുസ്ലിം ലീഗിന്റെ 3ാം സീറ്റ് ആവശ്യത്തിൽ തെറ്റില്ലെന്ന് കെ മുരളീധരൻ MP പ്രതികരിച്ചു. ലീഗിന് 6 സീറ്റുകൾക്ക് വരെ അർഹതയുണ്ട്. നിലവിൽ രാജ്യസഭാ സീറ്റ് ചർച്ച ആരംഭിച്ചിട്ടില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. അങ്ങനെ ചർച്ചയിലേക്ക് പോയില്ല. രാജ്യസഭ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ലോക്സഭാ സീറ്റുകൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ചർച്ച നടക്കുന്നുണ്ട്. 1-2 ദിവസത്തിനകം അക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും. അതിനുള്ള യോഗ്യത CPIക്ക് 4 സീറ്റ് കൊടുക്കുന്ന സ്ഥിതിക്ക് ശരിക്കും പറഞ്ഞാൽ ലീഗിന് 5-6 ചോദിക്കുന്നത് ഒരു തെറ്റുമില്ല. അപ്പോൾ അങ്ങനെ അവർക്ക് 4 കൊടുത്ത സ്ഥിതിക്ക് ലീഗ് പറഞ്ഞ് ശരിയാ, ഞങ്ങൾക്ക് 5-6 സീറ്റ് ചോദിക്കാൻ അർഹതയുണ്ടെന്ന്. അതാണ് അദ്ദേഹം തങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം. സലിം മാലിക് വിശദാംശങ്ങളുമായി. സലിം, ഇപ്പോൾ ഇന്ന് ചേർന്ന പാണക്കാട്ട് ചേർന്ന അടിയന്തര യോഗത്തിലും ഒരു വിട്ടുവീഴ്ചയും വേണ്ടതില്ല എന്ന നിലപാടിലേക്ക് ലീഗ് എത്തുമ്പോൾ ഇനിയിപ്പോൾ UDF-ലെ സീറ്റ് വിഭജന ചർച്ചകൾ അത് ഏത് തരത്തിലേക്ക് മുന്നോട്ട് പോകും? ലീഗിന് വഴങ്ങുമോ കോൺഗ്രസ്? അനുജ, നിലവിൽ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി മുസ്ലിം ലീഗിന്റെ ആവശ്യം ന്യായമാണ് എന്നൊരു വിലയിരുത്തൽ കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട്. അതേസമയം ലീഗിന് സീറ്റ് കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ നേരിടുന്ന വെല്ലുവിളി. ഇത് ഏറെക്കുറെ 1 മാസത്തിലധികമായി ഇതേ വിഷയത്തിൽ ചുറ്റിത്തിരിഞ്ഞ് ഈ സീറ്റ് വിഭജന ചർച്ച ഉൾപ്പെടെ വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് UDF-ലുള്ളത്. പ്രത്യേകിച്ചും UDF കോൺഗ്രസ് സ്വീകരിക്കുന്ന പുതിയ നിലപാട് അത് ഈ സാമുദായിക സമവാക്യങ്ങൾ ഉൾപ്പെടെ പരിഗണിക്കേണ്ടതുണ്ട്. ആ വിഷയത്തിൽ മുസ്ലിം ലീഗിന് ഈ ഘട്ടത്തിൽ ഒരു അധിക സീറ്റ് നൽകിയാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും എന്നുള്ളതാണ്. അതിന് പകരം രാജ്യസഭാ സീറ്റ് എന്നൊരു ക്ലെയിം മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ തൽക്കാലം വഴങ്ങേണ്ടതില്ല എന്നുള്ളതാണ് ഇന്ന് ചേർന്ന മുസ്ലിം ലീഗിന്റെ നേതൃയോഗത്തിലും അടിയന്തര നേതൃയോഗമായിരുന്നു ആ നേതൃയോഗത്തിലെയും തീരുമാനം. പക്ഷേ അതൊരു സമ്മർദ്ദതന്ത്രമായി മുന്നോട്ട് വെച്ചതിന് ശേഷം രാജ്യസഭാ സീറ്റ് നൽകുകയാണെങ്കിൽ അതിൽ വഴങ്ങാം എന്നുള്ളത് തന്നെയാണ് ലീഗിനുള്ളിലുള്ള ഒരു ധാരണ. പക്ഷേ രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ ഈ ഘട്ടത്തിൽ ഉറപ്പ് പറയാൻ കോൺഗ്രസിന് കഴിയുകയുമില്ല. ഇതേ സാമുദായിക പ്രശ്നങ്ങൾ തന്നെയാണ് രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ടും കോൺഗ്രസിന് മുൻപിലുള്ളത്. അതുകൊണ്ട് അതൊരു വലിയ ഒരു തടസ്സമായി തന്നെ നിൽക്കുകയും ചെയ്യുന്ന ഒരു ആശയക്കുഴപ്പത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം തന്നെ പോകുന്ന ഒരു സാഹചര്യവുമുണ്ട്. പക്ഷേ അതിനെ മറികടക്കാൻ എന്ത് തന്ത്രം പ്രയോഗിക്കും, അതല്ലെങ്കിൽ എങ്ങനെ ലീഗിനെ അനുനയിക്കുമെന്നുള്ളതിൽ ഈ ഘട്ടത്തിലും വ്യക്തതയില്ല. പക്ഷേ എന്തായാലും പാർലമെന്റ് സീറ്റ് ഉറപ്പായും കൊടുക്കില്ല എന്നുള്ളൊരു നിലപാട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം പ്രത്യേകിച്ചും നിലവിലുള്ള എല്ലാ പാർലമെന്റ് അംഗങ്ങളോടും കോൺഗ്രസിന്റെ പാർലമെന്റ് അംഗങ്ങളോടും മത്സരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ണൂരിൽ മാത്രമായിരുന്നു ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. പക്ഷേ കണ്ണൂരിലും KPCC അധ്യക്ഷൻ തന്നെ മത്സരിക്കണമെന്നൊരു നിലപാട് ഹൈക്കമാൻഡ് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കെ സുധാകരൻ തന്നെ കണ്ണൂരിലേക്ക് കൂടി വരുന്നൊരു സാഹചര്യത്തിൽ പിന്നീട് ആകെ ഒഴിവ് വരുന്ന ഒരു സീറ്റ് കോൺഗ്രസ് മത്സരിച്ച ആലപ്പുഴ സീറ്റാണ്. ആലപ്പുഴ സീറ്റിൽ പക്ഷേ ഈ സാമുദായിക സമവാക്യങ്ങൾക്കപ്പുറത്ത് ആലപ്പുഴയിൽ മുസ്ലിം ലീഗിന് വേരോട്ടമില്ല എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. ആ ഘട്ടത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിക്കാം. അതിനുശേഷം രാജ്യസഭാ സീറ്റിന്റെ കാര്യം പിന്നീടൊരവസരം വരുമ്പോൾ ചർച്ച ചെയ്യാം എന്നൊരു നിലയിൽ ഈ തർക്കം അവസാനിപ്പിക്കാം എന്നുള്ളതാണ് നിലവിൽ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. മാത്രമല്ല കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വിലയിരുത്തുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മുൻപ് 5ാം സീറ്റ് 5ാം മന്ത്രി വിവാദം പോലെ അതൊരു ആളിക്കത്തിച്ചൊരു വിവാദം, അത് തെരഞ്ഞെടുപ്പിന്റെ സാധ്യതകളെ ആകെ ബാധിക്കുന്ന വിഷയമാക്കി മാറ്റേണ്ടതില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രതീക്ഷ കോൺഗ്രസ് നേതൃത്വത്തിനുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3ാം സീറ്റ് ആവശ്യത്തിൽ ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസങ്ങളിൽ അനൌദ്യോഗികമായി KPCC അധ്യക്ഷൻ കെ സുധാകരൻ, ഒപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി എന്നിവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇനി ഈ കോൺഗ്രസ് നേതാക്കളും ലീഗ് നേതാക്കളും തമ്മിൽ സമരാഗ്നിക്കിടെ വീഡിയോ കോൺഫറൻസിലൂടെ കൂടി ഈ കാര്യങ്ങളിൽ അവസാനഘട്ടമായി ഔദ്യോഗികമെന്ന നിലയിൽ തന്നെ ഒരു ചർച്ച നടത്തും. അതിനുശേഷം സമരാഗ്നിക്ക് തൊട്ടുപിറകെ അത്
UDF ഏകോപന സമിതി യോഗം ചേരും. ഏകോപന സമിതി യോഗം ചേർന്ന് സീറ്റ് വിഭജനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഈ ഘട്ടത്തിലും മനസ്സിലാക്കുന്നത്. കോൺഗ്രസിന്റെ സമ്മർദ്ദത്തിന് ലീഗ് വഴങ്ങും എന്നൊരു സൂചന തന്നെയാണ് മുന്നണിക്കുള്ളിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നത്. ഇതിലിപ്പോൾ CPIM-ന്റെ ഒക്കെ സ്ഥാനാർത്ഥി പട്ടിക ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പുറത്തു വരും. ഏറെക്കുറി അവരുടെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാകും എന്നതൊക്കെ ഇപ്പോൾ ഉറപ്പാവുകയും ചെയ്യുന്ന ഘട്ടത്തിൽ UDF-നെ സംബന്ധിച്ച് ഇതൊരു വലിയ തലവേദന കൂടിയായി മാറിയിട്ടുണ്ടോ സലീം? അനുജ, ഉറപ്പായും. കാരണം ഈ ജനുവരിയിൽ ഈ വർഷം തുടങ്ങിയപ്പോൾ തന്നെ അത് UDF ഏറ്റവും ആദ്യത്തെ പ്രഖ്യാപനം പാർലമെന്റ് തിരഞ്ഞെടുപ്പിലേക്ക് അതിന്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളതായിരുന്നു. മാത്രമല്ല ആദ്യം കളം നിറയുന്ന പാർട്ടി കോൺഗ്രസും മുന്നണി UDF-ഉം ആയിരിക്കും എന്നുള്ളതായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ അവകാശവാദം. പക്ഷേ മറ്റെല്ലാ മുന്നണികളും അവരുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് വരെ ഒരു ഏകദേശ ധാരണയിലെത്തുമ്പോൾ ഇവിടെ UDF-ലാകട്ടെ ഈ സീറ്റ് വിഭജനത്തിൽ പോലും ഒരു ധാരണയാവാത്തത് ഉറപ്പായും അവരുടെ ഒരു വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നുണ്ട്. ഈ വിജയ സാധ്യതയെ പോലും അത് ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്നൊരു മുറുമുറുപ്പ് മുന്നണിക്കുള്ളിൽ തന്നെയുണ്ട്. അതുകൊണ്ട് എത്രയും വേഗത്തിൽ ഈ സീറ്റ് വിഭജനം പൂർത്തിയാക്കണമെന്നൊരു ആവശ്യമാണ് അവർ ഉന്നയിക്കുകയും ചെയ്യുന്നത്. അനുജ, അതാണ് മൂന്നാം സീറ്റ് ആവശ്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ടതില്ല എന്ന് ലീഗിന്റെ ഇന്ന് പാണക്കാട്ട് ചേർന്ന അടിയന്തര യോഗത്തിൽ തീരുമാനമാകുമ്പോൾ ഒരു ആശയക്കുഴപ്പം ഈ വിഷയം UDF-ൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിന്റെ വിവരങ്ങളാണ് സലിം മാലിക് നൽകിയത്. ഇന്ന് സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഒടുവിൽ കീഴടങ്ങി. TP വധക്കേസിൽ ഹൈക്കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ CPIM നേതാക്കളായ KK കൃഷ്ണൻ, ജ്യോതി ബാബു എന്നിവർ കോടതിയിൽ കീഴടങ്ങി. പ്രതികളെ ജില്ലാ ജയിലിലേക്ക് മാറ്റാൻ മാറാട് പ്രത്യേക കോടതി ഉത്തരവിട്ടു. 12ാം പ്രതി ജ്യോതി ബാബു ആംബുലൻസിലാണ് കോടതിയിലെത്തിയത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ജയിലിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. ബീച്ച് ആശുപത്രിയിൽ വൈദ്യപരിശോധന തുടങ്ങി. മുതിർന്ന CPIM നേതാക്കൾക്കൊപ്പം എത്തിയാണ് ഇരുവരും കീഴടങ്ങിയത്. ഈ മാസം 26-ന് ഇരുവരെയും ഹൈക്കോടതിയിൽ ഹാജരാക്കും. ഞങ്ങളുടെ പ്രതിനിധികൾ മിഥില ബാലൻ ജയിലിന് മുന്നിൽ നിന്ന്, കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ നിന്ന് സമീർ സി മുഹമ്മദ് എന്നിവർ തത്സമയം ആദ്യം കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്ക്. സമീർ, വൈദ്യപരിശോധന സമീറിലേക്ക് എത്താം. അത് ആദ്യം മിഥിലയിലേക്കാണ്. മിഥില, ഇന്നിപ്പോൾ ആംബുലൻസിൽ ഒരു പ്രതി എത്തുന്നു. 2 പ്രതികളും വൈദ്യപരിശോധന ആവശ്യമാണ് എന്ന തരത്തിലേക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് എന്ന നിലപാടാണോ അഭിഭാഷകൻ സ്വീകരിച്ചത്? ദീർഘനാളായി ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണ് ഇരുവരും എന്നുള്ളതായിരുന്നു നിലപാട്. കോടതി കഴിഞ്ഞ ദിവസം ഹാജരാകാൻ പറഞ്ഞത് 25-നാണ്. പക്ഷേ ഇന്ന് തന്നെ 2 പ്രതികളും ഹാജരാകുന്നു. അതും മുതിർന്ന നേതാക്കൾക്കൊപ്പം ഹാജരാകുന്ന കാഴ്ചയൊക്കെയാണല്ലോ നമ്മൾ കണ്ടത്. തീർച്ചയായും അനുജ, അതുതന്നെയാണ് അഭിഭാഷകർ കോടതിയെ അറിയിച്ചത്. ദീർഘനാളായി ചികിത്സ നടത്തുന്ന ആളുകളാണ് 2 പേരും. പ്രത്യേകിച്ച് ജ്യോതി ബാബു ഇന്ന് നമ്മൾ കണ്ടതാണ്. ആംബുലൻസിൽ സ്ട്രക്ചറിൽ കിടത്തിയാണ് പ്രതിയെ എത്തിച്ചത്. ഡയാലിസിസ് ചെയ്യുന്ന ഒരു രോഗിയാണ്. ദീർഘനാളായി ഡയാലിസിസിന് വിധേയനായിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗിയാണ്. KK കൃഷ്ണനും ഇത്തരത്തിൽ സമാനമായി സർജറിക്കൊക്കെ വിധേയനായ ഒരാളാണ്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി 300 പേജ് അടങ്ങുന്ന മെഡിക്കൽ രേഖകൾ സഹിതമാണ് അഭിഭാഷകർ ഇന്ന് കോടതിയിലെത്തിയിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഉത്തരവ് വന്നിരിക്കുന്നത്. ജില്ലാ ജയിലിലേക്ക് മാറ്റണം. അതേസമയം വൈദ്യപരിശോധന പൂർത്തിയാക്കി അവർ ജയിലിലേക്ക് മാറ്റാനുള്ള ആരോഗ്യസ്ഥിതി അവർക്കുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം ജില്ലാ ജയിലിലേക്ക് മാറ്റാനുള്ള ഒരു നിർദ്ദേശമായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായത്. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ CPM-ന്റെ മുതിർന്ന നേതാക്കൾക്കൊപ്പം എത്തിയാണ് അവർ ഇന്ന് കീഴടങ്ങിയത്. 26-നാണ് ഹൈക്കോടതിയിൽ എത്തണം എന്ന ഒരു നിർദ്ദേശം കോടതി നൽകിയിട്ടുണ്ടായിരുന്നു. ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട വാദത്തിനായിരുന്നു അത് 2 പ്രതികളോടും എത്താൻ പറഞ്ഞത്. 2 പ്രതികൾ മാത്രമല്ല, ശിക്ഷിച്ചുള്ള മറ്റ് 10 പ്രതികളോടും 26-ന് തന്നെയാണ് ഹൈക്കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞിട്ടുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ജില്ലാ ജയിലിലാണ്. നിലവിൽ നമുക്ക് ലഭ്യമാക്കുന്ന വിവരമനുസരിച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം ഈ 2 പ്രതികളെയും ആംബുലൻസിൽ ജില്ലാ ജയിലിലേക്ക് കൊണ്ടുവരികയാണ്. അല്പസമയത്തിനകം തന്നെ ഇവർ ജില്ലാ ജയിലിലെത്തും. കേസിലെ 10-12 പ്രതികളാണ്. ഈ 10-12 പ്രതികൾ മുതിർന്ന CPM നേതാക്കൾ കൂടിയാണ്. CPM ഒഞ്ചിയ മുൻ ഏരിയ കമ്മിറ്റി അംഗമാണ് കേസിലെ 10ാം പ്രതി KK കൃഷ്ണൻ. അതേപോലെ തന്നെ പാനൂർ കുന്നോത്തുപറമ്പ് ലോക്കൽ കമ്മിറ്റി അംഗമാണ് ജ്യോതി ബാബു. ഈ 2 പേരെയുമാണ് മുൻ അംഗങ്ങളാണ്, മുതിർന്ന നേതാക്കളാണ് CPM-ന്റെ. ആ 2 പ്രതികളെയാണ് ഇപ്പോൾ അല്പസമയത്തിനകം ജില്ലാ ജയിലിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസമാണ് 2 പ്രതികളെ വെറുതെ വിട്ട നടപടി ഹൈക്കോടതി റദ്ദാക്കിയത്. ഇതിനെ തുടർന്ന് 26-ന് ഹൈക്കോടതിയിൽ ഹാജരാകാനായിരുന്നു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനു മുൻപ് വിചാരണ കോടതിയിൽ ഇവർ കീഴടങ്ങുകയായിരുന്നു. TP കേസിന്റെ വിചാരണ നടപടികളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത് മാറാട് പ്രത്യേക കോടതിയാണ്. മാറാട് പ്രത്യേക കോടതിയായിരുന്നു പ്രതികൾക്കുള്ള ശിക്ഷയും വിധിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ശിക്ഷ വിധിക്കെതിരെയായിരുന്നു ഈ 10 പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ആ പ്രതികളുടെ ശിക്ഷ അത് വിചാരണ കോടതിയുടെ ശിക്ഷാവിധി ഹൈക്കോടതി ശരിവെച്ചു. കോടതിയിൽ CPIM-ന്റെ നേതാക്കൾ ഹാജരാകുന്ന കാഴ്ച നേരത്തെ നമ്മൾ കണ്ടു. ഇപ്പോൾ വൈദ്യപരിശോധന പൂർത്തിയായിട്ടുണ്ട്. സമീർ സി മുഹമ്മദ് അതിന്റെ വിശദാംശങ്ങളുമായി. സമീർ, ഈ പ്രതികളെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിന് ശേഷം കൊണ്ടുപോകുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ റിപ്പോർട്ട് ഇനിയിപ്പോൾ കോടതി പരിശോധിക്കുമോ, അതിനുശേഷമാകുമോ അടുത്ത നടപടി എന്ത് എന്നതിൽ തീരുമാനമാവുക?
അനൂജ, 3/4 മണിക്കൂറോളം നീണ്ട വൈദ്യപരിശോധനയാണ് ഈ 2 പ്രതികളുടേതും വേണ്ടി വന്നത്. കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിലേക്കാണ് പ്രതികളെ കൊണ്ടുവന്നത്. അവിടെയായിരുന്നു 3/4 മണിക്കൂറോളം നീണ്ട വൈദ്യപരിശോധന. ആ പരിശോധന പൂർത്തിയാക്കിയാണ് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ 10-12 പ്രതികളെ ഇപ്പോൾ ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത്. ഒഞ്ചിയം മുൻ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള കെ കൃഷ്ണനെയും ഒപ്പം തന്നെ കുന്നോത്തുപറമ്പ് മുൻ ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള ജ്യോതി ബാബുവിനെയുമാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. ബീച്ച് ആശുപത്രിയിൽ നിന്ന് ജില്ലാ ജയിലിലേക്ക് പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് കാണാനാവുന്നത്. 2 പേരെയും കോടതിയിൽ ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം അവരുടെ ആരോഗ്യപരമായിട്ടുള്ള ചില കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കോടതിയെ സമർപ്പിച്ചിട്ടുണ്ട്. മാറാട് കോടതിയിലാണ് അഭിഭാഷകർ മുഖേന അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. 2 പേരും നിത്യരോഗികളാണ് എന്ന കാര്യമാണ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡയാലിസിസ് രോഗിയാണ് ജ്യോതി. അതുകൊണ്ട് തന്നെ ജ്യോതി ബാബുവിന് നിരന്തരമായിട്ടുള്ള ഒരു പരിചരണം ആവശ്യമാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ അറിയിച്ചത്. 500 പേജുള്ള ഒരു റിപ്പോർട്ടാണ്, മെഡിക്കൽ റിപ്പോർട്ടാണ് കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റു കെ കെ കൃഷ്ണൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം ഹൃദയരോഗിയാണ് എന്നും ഏതാനും നാളുകൾക്ക് മുമ്പാണ് ബൈപ്പാസ് സർജറി നടന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ തനിക്കും ഒരു ഡോക്ടറുടെ സ്ഥിര സാന്നിധ്യം ആവശ്യമാണ്, വിദഗ്ധ ചികിത്സ ആവശ്യമാണ് എന്ന കാര്യമാണ് ഇദ്ദേഹവും ഈ പ്രതിയും കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഈ 2 പ്രതികളുടെ ആവശ്യവും കോടതി പരിഗണിച്ചിട്ടുണ്ട്. ആദ്യം ഇവരുടെ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി ജയിലിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം ജയിലിൽ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഒരുക്കുക അസാധ്യമാണ് എങ്കിൽ അക്കാര്യം കോടതിയെ ജയിൽ അധികൃതർ അറിയിക്കും. അതിനനുസരിച്ച് പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുന്നതുൾപ്പെടെയുള്ള അത്തരം നടപടികൾ സ്വീകരിക്കും എന്നാണ് ഇപ്പോൾ ജയിൽ അധികൃതരും പോലീസും വ്യക്തമാക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ജില്ലാ ജയിലിലേക്ക് പ്രതികളെ എത്തിക്കും. അവിടെയുള്ള നടപടികൾ പൂർത്തീകരിക്കും. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഈ 2 പേർക്കും അവിടെ മതിയായ ചികിത്സാ സൗകര്യം ഉണ്ടോ എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു വ്യക്തമായ റിപ്പോർട്ട് ജയിൽ അധികൃതർ നൽകുക. അതിനുശേഷമായിരിക്കും മെഡിക്കൽ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ട് മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ജയിൽ അധികൃതരും ഒപ്പം തന്നെ പോലീസും നടപടി സ്വീകരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതിയെ ഇന്ന് തന്നെ അറിയിക്കും. അതനുസരിച്ചായിരിക്കും തുടർ നടപടികൾ. ആവശ്യമായ ചികിത്സ ഇന്ന് കീഴടങ്ങിയ കെ കൃഷ്ണൻ, ജ്യോതി ബാബു എന്നിവരെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക്. പശ്ചിമ ബംഗാളിലെ സിലിഗുഡി സഫാരി പാർക്കിൽ അക്ബർ, സീത സിംഹങ്ങളെ ഒന്നിച്ച് പാർപ്പിച്ചതിനെതിരെ വിശ്വ ഹിന്ദു പരിഷത്ത് ബംഗാൾ ഘടകം നൽകിയ ഹർജിയിൽ ചോദ്യങ്ങളുമായി കൽക്കട്ട ഹൈക്കോടതി. സിംഹത്തിന് സീത എന്ന പേര് നൽകുന്നതിൽ എന്താണ് തെറ്റെന്ന് കോടതി ചോദിച്ചു. ഹിന്ദു വിശ്വാസപ്രകാരം മൃഗങ്ങളും ദൈവങ്ങളല്ലേ എന്നും കോടതി ചോദിച്ചു. ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ആർ.കെ., സീത, അക്ബർ എന്നീ 2 സിംഹങ്ങളെ ഒന്നിച്ച് പാർപ്പിക്കുന്നതിൽ അതൃപ്തിയുണ്ട് എന്ന തരത്തിലേക്കാണ് നേരത്തെ വിവരം വന്നത്. VHP അതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നത്. പക്ഷേ ഇന്നിപ്പോൾ കോടതിയിൽ VHP പറയുന്നത് എന്താണ്? ഈ പേരിൽ എതിർപ്പുണ്ട് എന്നതാണോ? അതാണോ പേരിന്റെ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് കോടതി ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്? തീർച്ചയായിട്ടും ആണ് അനുജ. കോടതിയിൽ ഈ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അഭിഭാഷകൻ വിശദീകരിക്കാനായിട്ട് ശ്രമിച്ചത് സീത, അക്ബർ എന്നീ പേരുകളിലുള്ള സിംഹങ്ങളെ ഒരുമിച്ച് പാർപ്പിക്കുന്നത് മതവികാരം വ്രണപ്പെടുന്നു എന്നുള്ളതാണ്. ബോധപൂർവമാണ് ഈ വിധത്തിൽ പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിലെ സർക്കാർ വനം വകുപ്പ് മുൻകൈ എടുത്തുകൊണ്ട് ഈ വിധത്തിലുള്ള നടപടി സ്വീകരിച്ചത്. മറ്റൊരിടത്തും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ, പ്രത്യേകിച്ച് ചില പേരുകൾക്ക് രാജ്യത്ത് ചില സ്റ്റാറ്റസുകൾ ഉണ്ട്. അതിൽ പെടുന്ന ഒരു പേരാണ് സീത എന്നുള്ളത്. രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അടക്കമുള്ളവ രാജ്യത്ത് വലിയ രീതിയിൽ ചർച്ചയായി നിലനിൽക്കുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ രാമസങ്കല്പത്തിന് എതിരാകുന്ന വിധത്തിൽ സീത എന്ന വിഗ്രഹം അതിനെ ചോദ്യം ചെയ്യുക, ഇതാണ് ഇപ്പോഴത്തെ ഇത്തരത്തിലുള്ള നീക്കത്തിന്റെ ലക്ഷ്യം എന്ന വാദമൊക്കെയാണ് ഈ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചത്. പക്ഷെ കോടതി അതിനെ പ്രോത്സാഹിപ്പിച്ചില്ല. കോടതി അതിൽ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഈ മൃഗങ്ങളും ഹിന്ദു വിശ്വാസങ്ങൾ അനുസരിച്ച് ദൈവങ്ങളല്ലേ എന്ന ചോദ്യമാണ് കോടതി ഉന്നയിച്ചത്. അങ്ങനെയാണെങ്കിൽ സീത മാത്രമല്ല അക്ബറും ദൈവമായി വേണ്ടേ ഹിന്ദു വിശ്വാസം അനുസരിച്ച് പരിഗണിക്കാൻ? അങ്ങനെയുള്ള കാര്യത്തിൽ പിന്നീട് എന്താണ് ഇതിലൊരു വൈചിത്ര്യം ഉള്ളത് എന്ന ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ തങ്ങൾക്ക് കോടതി അറിയിക്കാനുണ്ട് എന്ന നിലപാടാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അഭിഭാഷകൻ സ്വീകരിച്ചത്. ശരി, റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് കോടതി. വിശദാംശങ്ങളാണ് ആർ രാധാകൃഷ്ണൻ നൽകിയത്. ഇനി നമ്മളെയൊക്കെ ഏറെ ഞെട്ടിച്ച വാർത്തയിലേക്ക്. യുവതിയുടെ മരണത്തിൽ ഭർത്താവിനെതിരെ കുടുംബം.
നേമത്ത് ആശുപത്രിയിൽ പോകാതെ വീട്ടിൽ പ്രസവിച്ച യുവതിയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തും. ബന്ധുക്കളുടെ മൊഴിയെടുത്ത ശേഷം കൂടുതൽ പേരെ പ്രതി ചേർക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. പ്രസവം വീട്ടിൽ തന്നെ നടത്താൻ ഭർത്താവ് നയാസ് നിർബന്ധിച്ചെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. വ്യാജ അക്യൂപങ്ക്ചർ ചികിത്സയാണ് യുവതിക്ക് നൽകിയതെന്നും സ്ഥിരീകരിച്ചു. അതേസമയം യുവതിയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ഭർത്താവ് നയാസിനെതിരെ ഗുരുതര ആരോപണവുമായി മരിച്ച ഷമീറയുടെ കുടുംബം രംഗത്തെത്തി. മരണവിവരം നയാസ് മറച്ചുവെച്ചുവെന്ന് പിതാവ് ആരോപിച്ചു. പോലീസ് വിളിച്ചപ്പോഴാണ് കുടുംബം മരണവിവരം അറിഞ്ഞത്. ഞങ്ങൾ അറിഞ്ഞ കഴിഞ്ഞ മാസം അറിയുന്നത് ഗർഭിണിയുള്ളത്. കഴിഞ്ഞ മാസം ഞങ്ങൾ അറിഞ്ഞത് ഗർഭിണിയുള്ളത്. അത് അഞ്ചത്തിന് വേണ്ട കല്യാണം ഉണ്ടായിരുന്നു 15 അപ്പോഴേ പറഞ്ഞു എങ്ങനെ ഗർഭിണിയുണ്ടായ കാരണം വരാൻ പറ്റില്ല. ഒരു മാസമായിട്ട് ഇതിന് മുമ്പ് അങ്ങനെ അറിയില്ല. അപ്പം നമ്മൾ പറഞ്ഞു നമുക്കറിയേണ്ട സംഗതി ഒരാൾ ഫോൺ വിളിച്ചെടുക്കില്ല മകള്. അപ്പം പിന്നെ ഫോൺ വിളിക്കില്ല. അങ്ങനെയൊക്കെ പ്രശ്നം. പിന്നെ വിളിച്ച് മിഞ്ഞാൽ 3-4 പ്രാവശ്യം വിളിച്ചു. അപ്പം പറഞ്ഞു ഭയങ്കര പണി ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞ കാര്യം പറയും. 7 മണിക്ക് വിളിച്ച് പറഞ്ഞു എൻ്റെ മകൾക്ക് പ്രസവത്തിന് പ്രശ്നമാണ്, വണ്ടി വിളിച്ച് ഞാൻ വരുന്നത്. ഇപ്പോൾ 10 മണിക്ക് എറണാകുളത്ത് എപ്പോഴും ഞങ്ങൾ അറിഞ്ഞു. വാർത്തയായിട്ട് അറിഞ്ഞു. ഇത് മൂത്ത മൂത്ത മകൻ, ഇത് രണ്ടാമത്തെ 3 മാസത്തെ ഓപ്പറേഷൻ ചെയ്യുന്ന കൃഷിക്കാരന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പരിപാടിയില്ല. അതുപോലെ എൻ്റെ ഭാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഞാൻ തീരുമാനിക്കാനാണ് പറഞ്ഞത്. കൊണ്ടുപോകാൻ ഞാൻ തീരുമാനിക്കാനാണ് പറഞ്ഞത്. നാട്ടിലോട്ടൊക്കെ എൻ്റെ ഭാര്യ നിങ്ങൾക്ക് എന്താ ഇഷ്ടമുള്ളത്, ഞാൻ ഇഷ്ടം കൊണ്ടുപോകും, ഞാൻ അത് പറഞ്ഞു. ഭർത്താവ് നയാസിന്റെ നിർബന്ധപ്രകാരമാണ് ഷമീറ പ്രസവ ശുശ്രൂഷയ്ക്ക് ആശുപത്രിയിൽ പോകാതിരുന്നതെന്ന് അയൽവാസികളും ആശാ വർക്കറും പോലീസിൽ മൊഴി നൽകി. നമുക്ക് ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. ഈ ആശാ വർക്കർ താഴെ ഈ കൊച്ചുങ്ങളെ നോക്കാനായിട്ട് വന്ന സമയത്ത് ഒയിര കൊച്ചുങ്ങളുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് അവ കയറിപ്പോയപ്പോഴാണ് അറിയുന്നത് 3 മാസം ഗർഭിണിയാണെന്ന്. അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞത്, അല്ലാതെ നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഈ 1 മാസത്തിനകം കൊണ്ട് അവളെ വിലക്കി വെച്ച് ആരുമായിട്ട് സംസാരിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് അത് വെളിയിലൊന്നും ഇറങ്ങയില്ല, മിണ്ടയില്ല. അതിന് ശേഷമാണ് ഭാര്യയും മോളും ഒക്കെ വരക്കം വെച്ചത്. അതുവരെ ആരും വരില്ല, തനിച്ച് തന്നെ ആ കൊച്ചുങ്ങളും അവളുമായിട്ട് ഉള്ളത്. അവനും വല്ലപ്പോഴൊക്കെ വരും, വന്നിട്ട് അവൻ പോവും. അത്രയും നമുക്കറിയാവും. ഗർഭിണികൾക്ക് ഫുഡുണ്ട്, അതിനു വേണ്ടി ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ അടച്ചിരിക്കുന്നു. അപ്പം നമ്പറിൽ വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ഞങ്ങൾക്ക് അതിൽ താല്പര്യമില്ല, എൻ്റെ ഹസ്ബൻഡ് അതൊന്നും ഇഷ്ടമില്ല, ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഗർഭിണിയാണോന്ന് അറിഞ്ഞതേ ഉള്ളൂ. അപ്പം അത് ഞങ്ങൾക്ക് അതിനെ ഫോളോ ഒരു വീട്ടിൽ വരണം, ഞങ്ങൾക്കെല്ലാം എഴുതണം. അത് പിന്നത്തെ കാര്യം. പക്ഷെ കുഞ്ഞിൻ്റെ ഡീറ്റെയിൽ ഒന്നും തന്നിട്ടുമില്ല. കുഞ്ഞിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നിട്ട് അംഗൻവാടി ഇരുത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ 2-3 ദിവസം ഇരുത്തിയപ്പം തിരക്ക് പിന്നെ വിടുന്നില്ല. അപ്പം വിളിച്ച് ചോദിച്ചപ്പോൾ ഇയാൾക്ക് ഇഷ്ടമില്ല അംഗൻവാടി വിടുന്നത്. അങ്ങനെ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന അക്യൂപങ്ക്ചർ കേന്ദ്രങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ആരോഗ്യവകുപ്പ് കൃത്യമായി ഇടപെടൽ നടത്തിയിരുന്നുവെന്നും മന്ത്രി പ്രതികരിച്ചു. ആരോഗ്യവകുപ്പ് മന്ത്രിയും ആരോഗ്യവകുപ്പും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും എല്ലാം കൂടെ തൊഴിൽ വകുപ്പും എല്ലാം കൂടെ ഒറ്റക്കെട്ടായി ഇടപെട്ടുകൊണ്ട് ഈ അംഗീകാരമില്ലാതെ ഇത്തരം ചികിത്സാ കേന്ദ്രങ്ങൾ ഏതെല്ലാം പ്രദേശത്ത് നടത്തുന്നുണ്ടെന്ന് സംബന്ധിച്ചിടത്തോളം ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പരിശോധന നടത്തേണ്ടതായിട്ട് ആവശ്യമുണ്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങൾക്ക് ഗവൺമെൻറ് എതിരാണ്. ഗവൺമെൻറ് ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ള കാര്യം കർശനമാണ്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, ഇത്രയും കുറ്റകരമായൊരു കൃത്യത്തിന് ഒരേ ഒരു ഉത്തരവാദിയുള്ളത് ഭർത്താവ് തന്നെയാണ് എന്നൊരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയത്. ഉറപ്പായും. കാരണം ഹനിജ, പോലീസ് ഇക്കാര്യത്തെ വളരെ ഗൗരവമുള്ളൊരു വിഷയമായി കാണുന്നുണ്ട്. മാത്രവുമല്ല ഇക്കാര്യത്തിൽ ഏറ്റവും ക്രൂരമായിട്ടുള്ള സംഭവം ആ ചികിത്സ നിഷേധിച്ചു എന്നുള്ളതാണ്. മാത്രവുമല്ല പലതവണ ഈ യുവതിയെ പല ആളുകൾ, പ്രത്യേകിച്ച് ആശാവർക്കർ സമീപിച്ചിരുന്നു, മറ്റു നാട്ടുകാർ സമീപിച്ചിരുന്നു. അപ്പോഴൊക്കെ സമീപിച്ചപ്പോൾ ഭർത്താവിന് താല്പര്യമില്ല എന്നുള്ളതായിരുന്നു യുവതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല വെഞ്ഞാറമൂട് സ്വദേശിയെ വീട്ടിൽ വിളിച്ചു വരുത്തി അക്യൂപഞ്ചർ ചികിത്സ നൽകി. മാത്രവുമല്ല ഇതുമായി തുടർന്ന് ആശാവർക്കർ വിവരം DMOയ്ക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല, പക്ഷേ ചോദ്യം ചെയ്തു വരികയാണ്. ഇക്കാര്യത്തിൽ ഉടൻ തന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കാനുള്ള സാധ്യതയാണുള്ളത്. ഒപ്പം ഇവർക്ക് വീട്ടിലെത്തി ചികിത്സ നൽകിയ വെഞ്ഞാറമൂട് സ്വദേശിയെ പോലീസ് കസ്റ്റഡി എടുക്കാനും സാധ്യതയുണ്ട്. ഈ 2 നീക്കങ്ങളാണ് പോലീസ് അടുത്തതായി ഇപ്പോൾ ലക്ഷ്യം വെക്കുന്ന കാര്യം. അതിന് മാതാപിതാക്കളുടെ അടക്കം വിശദമായ മൊഴി രേഖപ്പെടുത്തണം. ആ മൊഴി രേഖപ്പെടുത്തൽ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ആശുപത്രിയിൽ നിന്ന് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. മാത്രവുമല്ല ഈ വീട്ടിൽ വെച്ച് പ്രസവവേദന ഉണ്ടാവുകയും കുറച്ചു സമയത്തിന് ശേഷം മാത്രവുമാണ് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. ആ കാലതാമസം അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി അന്വേഷിക്കുകയും ചെയ്യും. നേമത്ത് വീട്ടിൽ പ്രസവിച്ച യുവതി മരണമടഞ്ഞു. അതിനുശേഷം അതിനോടൊപ്പം തന്നെയാണ് കുഞ്ഞും മരണമടഞ്ഞത്. ആ വിഷയം ഇന്നലെ നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിച്ച വിഷയമാണ്. ഇപ്പോൾ അതിൽ
പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായൊരു നീക്കം നടക്കുകയാണ്. അറസ്റ്റ് അല്പസമയത്തിനകം ഭർത്താവ് നയാസിൻ്റേതുണ്ടാകും എന്ന വിവരമാണ് ഷഫീദ് റാവുത്തർ നൽകുന്നത്. ഒപ്പം അക്യൂപങ്ക്ചർ ചികിത്സ, നിയമവിരുദ്ധമായ ചികിത്സ നൽകിയ ആളെ കൂടി കസ്റ്റഡിയിലെടുക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇനി നമ്മൾ പോകുന്നത് വയനാട്ടിലേക്ക്. വന്യജീവി ആക്രമണം തുടരുന്ന വയനാട്ടിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് ഇന്നെത്തും. വന്യജീവി ആക്രമണത്തിൽ മരിച്ചവരുടെ വീടുകൾ സന്ദർശിക്കും. നാളെ കളക്ടറേറ്റിൽ നടക്കുന്ന ഉന്നതതല യോഗത്തിലും മന്ത്രി പങ്കെടുക്കും. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തിന് പിന്നിൽ രാഷ്ട്രീയമാണെന്ന് UDF MLA-മാർ ആരോപിച്ചു. കർണാടകയുടെ ആന, കർണാടക റേഡിയോ കോളർ ധരിപ്പിച്ചതായിരിക്കുന്ന ആന കേരളക്കാരനെ കൊലപ്പെടുത്തുന്ന സമയത്ത് എന്തിന് കർണാടകയുടെ പണമെടുത്ത് കൊടുത്തു എന്നുള്ളതാണ്. ആ വലിയ ഹീനമായ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്ന BJP-യുടെ മന്ത്രി ഈ വയനാട്ടിൽ വരുന്നത് എന്താവശ്യത്തിന് വേണ്ടിയാണ്? ആരെ തൃപ്തിപ്പെടുത്താൻ? വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടെ സമഗ്രതലത്തിൽ ഇടപെടുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നുള്ള പരീക്ഷണം നടത്തിയാവും വരുന്നത്. ജനം ആട്ടി ഓടിക്കും. വളരെ വളരെ ഗൗരവതരമായിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയി നിൽക്കുകയാണ്. കേന്ദ്രവും സംസ്ഥാനമായി യോജിച്ച തീരുമാനങ്ങളെടുത്ത് വയനാടൻ കാടുകളിൽ വനാന്തരങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങളെ സഹായിക്കാനുള്ള സാഹചര്യവും നിയമ ഭേദഗതിയും കൊണ്ടുവരേണ്ടത്, ജനങ്ങൾക്ക് വേണ്ടി നിയമ ഭേദഗതി കൊണ്ടുവരേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇവിടുത്തെ ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് വ്യക്തമായ പദ്ധതി പ്രഖ്യാപിക്കാൻ തയ്യാറാകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. വനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ വയനാട് കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം. മാനന്തവാടിയിൽ ഇറങ്ങിയ ആളെ കൊല്ലിക്കാട്ടാന ബേലൂർ മഖനെ പിടികൂടാൻ കഴിഞ്ഞില്ല. ആനയെ പിടികൂടാൻ കേരള കർണാടക വനം വകുപ്പുകൾ സംയുക്ത പദ്ധതി തയ്യാറാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി. അരുൺ, കേന്ദ്രമന്ത്രി എപ്പോൾ വയനാട്ടിലേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഇത് കൃത്യമായൊരു രാഷ്ട്രീയ വിഷയമായി തന്നെ മാറിയിരിക്കുന്നുവെന്നും പറയാമല്ലോ. അനുജ, വയനാട് ജില്ലയിലെ വന്യജീവി ആക്രമണങ്ങൾ ദേശീയ തലത്തിലേക്ക് കൂടി ശ്രദ്ധയാകർഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമാണ്. രാഹുൽ ഗാന്ധിയാണ് വയനാട് ജില്ലയിലെ MP. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് ഇന്ന് വയനാട്ടിലേക്ക് എത്തും. 5:30 അദ്ദേഹം ജില്ലയിലേക്ക് എത്തുക. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ മൂലം കർണാടക സർക്കാരിൻ്റെ റേഡിയോ കോളർ ധരിപ്പിച്ച ആനയാണ് ബേലൂർ മഗ്നയുടെ ആക്രമണത്തിലാണ് പടമലയിലെ അജീഷ് കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഇടപെടലിലൂടെ 15 ലക്ഷം രൂപ ഈ അജീഷിൻ്റെ കുടുംബത്തിന്, പടമലയിലെ അജീഷിൻ്റെ കുടുംബത്തിന് ധനസഹായം ലഭിച്ചിട്ടുണ്ട്. അതിനെ BJP സംസ്ഥാന അധ്യക്ഷൻ കർണാടകത്തിലെ അദ്ദേഹം രൂക്ഷമായ രീതിയിൽ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇതൊരു രാഷ്ട്രീയമായ ഇടപെടലാണ് എന്ന തരത്തിലായിരുന്നു BJP-യുടെ ഭാഗത്തു നിന്നുള്ള വിമർശനമുണ്ടായത്. എന്തായാലും ഇന്നിപ്പോൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് വയനാട്ടിലേക്ക് എത്തുകയാണ്. അദ്ദേഹം 5:30 എത്തും. 5:45 പാർട്ടി പ്രവർത്തകരുടെ മീറ്റിംഗ് നിശ്ചയിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും അദ്ദേഹം ഈ മരിച്ച വീടുകളിൽ സന്ദർശനം നടത്തുക. അതിനിടെ ഈ വനം പരിസ്ഥിതി മന്ത്രിയുടെ ഈ വയനാട് ജില്ലയിലേക്കുള്ള സന്ദർശനത്തിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നും അത് രാഹുൽ ഗാന്ധിക്കെതിരാണെന്നും ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം 5:45 ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം 6:30 മൂടക്കൊല്ലിയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിന്റെ വീട് സന്ദർശിക്കും. അതിനുശേഷമായിരിക്കും 7:15 പാക്കത്തെ പോളിന്റെ വീട് സന്ദർശിക്കുക. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് എത്തുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ KK ശൈലജ CPIM സ്ഥാനാർത്ഥിയാകും. പത്തനംതിട്ടയിൽ ഡോക്ടർ TM തോമസ് ഐസക്, ചാലക്കുടിയിൽ പ്രൊഫസർ C രവീന്ദ്രനാഥ്, മലപ്പുറത്ത് DYFI സംസ്ഥാന സെക്രട്ടറി V വസീഫിന് സാധ്യതയുണ്ട്. പൊന്നാനിയിൽ പൊതുസ്വതന്ത്രൻ, ആലത്തൂരിലും കാസർഗോട്ടും മാറ്റത്തിന് സാധ്യത. സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ CPIM സംസ്ഥാന നേതൃയോഗങ്ങൾ ഇന്ന് ചേർന്നു. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, ഇപ്പോൾ പുതുതായി വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ആലത്തൂരിലൊക്കെ രാധാകൃഷ്ണന്റെ പേര് തന്നെ ഉറപ്പിക്കുന്നു എന്ന തരത്തിലേക്കും വാർത്തകളുണ്ടല്ലോ. അനുജ, 20 സീറ്റിൽ CPM മത്സരിക്കുന്നത് 15 സീറ്റിലാണ്. 15 സീറ്റിലും ഒറ്റ പേരിലേക്ക് CPM സംസ്ഥാന നേതൃത്വം എത്തി എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. അതിൽ ഇതിൻ്റെ ഒരു ഘടന, അതായത് ഈ സ്ഥാനാർത്ഥി നിർണ്ണയ പട്ടികയുടെ ഒരു ഘടന പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്ഥാനാർത്ഥി പട്ടികയിൽ 3 ജില്ലാ സെക്രട്ടറിമാരുണ്ട്, ഒരു മന്ത്രി അടക്കം 4 MLA-മാരുണ്ട്, 2 വനിതകളുണ്ട്, 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഒരു പോളിറ്റ് ബ്യൂറോ അംഗവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥികളാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന വിവരമായി ഇപ്പോൾ പുറത്തുവരുന്ന കാര്യം. അതിൽ ആറ്റിങ്ങലിൽ CPM ജില്ലാ സെക്രട്ടറിയും അതേപോലെ തന്നെ വർക്കൽ MLA-മായിട്ടുള്ള B ജോയി സ്ഥാനാർത്ഥിയാകും. കൊല്ലത്ത് MLA ആയിട്ടുള്ള M മുകേഷ് സ്ഥാനാർത്ഥിയാകും. പത്തനംതിട്ടയിൽ കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TM തോമസ് ഐസക് ആണ് സ്ഥാനാർത്ഥിയാവുക. ആലപ്പുഴയിൽ AM ആരിഫ്
സ്ഥാനാർത്ഥിയാകും. ഇടുക്കിയിൽ ജോയ്സ് ജോർജ് തന്നെയാകും. എറണാകുളത്ത് വളരെ വ്യത്യസ്തമായ ഒരു പേര്, അതല്ലെങ്കിൽ ഇതുവരെയും നമ്മൾ ഉയർന്നു കേട്ടില്ലാത്തൊരു പേരാണ് ഉണ്ടായിരുന്നത്. KJ ഷൈൻ ടീച്ചർ എറണാകുളത്ത് സ്ഥാനാർത്ഥിയാകുമെന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരം. KSTA ഭാരവാഹിയാണ്, മാത്രവുമല്ല പറവൂർ നഗരസഭ അംഗവുമാണ്. ഇതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് KJ ഷൈൻ ടീച്ചറിലേക്ക് പേരുകൾ എത്തിയത്. നേരത്തെ KV തോമസിന്റെ അടക്കം മകളുടെ പേര് ഉയർന്നു വന്നെങ്കിലും സംസ്ഥാന നേതൃത്വം ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം KJ ഷൈൻ ടീച്ചർ എന്നുള്ളതാണ്. ചാലക്കുടിയിലും നേരത്തെ ഒറ്റപ്പേരിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെയും മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് സ്ഥാനാർത്ഥിയാകുമെന്നുള്ളതാണ് പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ആലത്തൂരിൽ മന്ത്രി K രാധാകൃഷ്ണൻ തന്നെ സ്ഥാനാർത്ഥിയാകും എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതും ഏകദേശം സ്ഥിരീകരിക്കാവുന്ന ഒരു വിവരമായി നമുക്ക് ഇപ്പോൾ നൽകാനാകും. ആലത്തൂരിൽ മന്ത്രി K രാധാകൃഷ്ണൻ മത്സരിക്കും. ഇനി പാലക്കാട് A വിജയരാഘവൻ മത്സരിക്കും. പൊന്നാനിയിൽ പൊതുസ്വതന്ത്രൻ മത്സരിക്കും. KS ഹംസ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു അദ്ദേഹം, പിന്നീട് പാർട്ടി വിട്ടുമാറി. അദ്ദേഹമായിരിക്കും പൊന്നാനിയിൽ CPM-ന്റെ പൊതു സ്ഥാനാർത്ഥിയായി വരിക. മലപ്പുറത്ത് V വസീഫ്, അത് ഒരു യുവജന പ്രാതിനിധ്യം കൂടിയായി നമുക്ക് കാണാൻ കഴിയും. മലപ്പുറത്ത് നേരത്തെ KT ജലീലിന്റെ അടക്കം പേരുകൾ പരിഗണിച്ചെങ്കിലും ഒടുവിൽ അത് V വസീഫിന്റെ പേരിലേക്ക് എത്തി നിൽക്കുകയായിരുന്നു. കോഴിക്കോട് എളമരം കരീമായിരിക്കും സ്ഥാനാർത്ഥിയാവുക, കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. വടകരയിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള KK ശൈലജ ടീച്ചർ മത്സരിക്കും. അതോടെ വടകര ശക്തമായ പോരാട്ടത്തിന് വടകരയ്ക്ക് സാക്ഷ്യം വയ്ക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ തന്നെ സ്ഥാനാർത്ഥിയാകും എന്നുള്ളതും ഒരു വിവരമായി ലഭിക്കുന്നുണ്ട്. കണ്ണൂരിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി സ്വാഭാവികമായും ആരാകുമെന്നുള്ള കാര്യത്തിൽ ആകാംക്ഷ പലതാണ്. കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള MV ബാലകൃഷ്ണൻ തന്നെ മത്സരിക്കും എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെ 15 മണ്ഡലങ്ങളിലും ഒറ്റപ്പേരിലേക്ക് CPM എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി കേന്ദ്ര കമ്മിറ്റിയുടെ അടക്കം അംഗീകാരത്തോടുകൂടി 27-ാം തീയതി ഔദ്യോഗികമായി CPM-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. അനുജ, ശരി, 15 സീറ്റുകളിൽ CPIM സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്നതിന്റെ കൃത്യമായ വിവരങ്ങളാണ് ഷഫീദ് റാവുത്തർ നൽകിയത്. ഇപ്പോൾ ഒറ്റപ്പേരിലേക്ക് എത്തിയിട്ടുണ്ട്. സംസ്ഥാന നേതൃയോഗത്തിലാണ് ഇന്ന് തീരുമാനമുണ്ടായത്. ഇനി അത് പൊളിറ്റ് ബ്യൂറോയുടെ അംഗീകാരം, അതിനുശേഷം 27-ാം തീയതി ഈ പേരുകളെല്ലാം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക് ഇനി മാർക്കറ്റ് വ്യൂവുമായി സൂര്യശ്രീ. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ഈവനിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബില്ലിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. തുടർച്ചയായ 6 ദിവസത്തെ വിജയ പരമ്പര തകർത്ത ഇന്ത്യൻ ഓഹരി വിപണി. നിഫ്റ്റി 22,100 താഴെ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 434 പോയിന്റ് ഇടിഞ്ഞു. IT ഓഹരികളിൽ കനത്ത നഷ്ടം. മികച്ച പ്രകടനം കാഴ്ചവെച്ച് റിയൽറ്റി പൊതുമേഖലാ ബാങ്കുകൾ. ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനം കുറഞ്ഞേക്കാമെന്ന റിപ്പോർട്ടുകൾ. സാമ്പത്തിക വർഷത്തിന്റെ 3-ാം പാദത്തിൽ 7.6% നിന്ന് 6% മാത്രമായി GDP ഇടിച്ചേക്കാമെന്ന ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ICRA. GDP പ്രവചനമടക്കമുള്ള RBI റിപ്പോർട്ടുകൾ ഈ മാസം അവസാനം പുറത്തുവിടും. ഫിൻടെക് സ്ഥാപനങ്ങളിൽ മേൽനോട്ടം ശക്തിപ്പെടുത്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നടപടി ഉപഭോക്തൃ ജാഗ്രത അടക്കമുള്ള കാര്യങ്ങളിൽ സ്ഥാപനം അലംഭാവം കാണിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനാൽ ക്രമക്കേട് കാണിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാനും സാധ്യത. സി എന്റർടൈൻമെന്റ്സിന് വീണ്ടും തിരിച്ചടി. 2000 കോടി രൂപയുടെ ക്രമക്കേട് കണ്ടെത്തി. കമ്പനിയിൽ നിന്ന് വിശദീകരണം ആവശ്യപ്പെട്ട സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. വാർത്തകൾ നിഷേധിച്ച സി എന്റർടൈൻമെന്റ്സ്. വിവിധ മേഖലകളിൽ സഹകരണം വിപുലീകരിക്കാൻ ഒരുങ്ങി ഇന്ത്യയും ഗ്രീസും. മൈഗ്രേഷൻ ആൻഡ് മൊബിലിറ്റി ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. കാർഷിക മേഖലയിൽ പുത്തൻ പദ്ധതികൾ നടപ്പിലാക്കാനും തീരുമാനം. ഇനി മാർക്കറ്റ് അനാലിസിസ് ആണ്. തുടർച്ചയായി 6 ദിവസം നേടിയ റെക്കോർഡ് നേട്ടങ്ങളെല്ലാം തകർത്ത് ഇന്ത്യൻ ഓഹരി വിപണി നഷ്ടത്തിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. മങ്ങിയ ആഗോള സൂചനകൾ ഒരു പരിധിവരെ ഇന്ത്യൻ ഓഹരി വിപണിയെയും ബാധിച്ചു എന്ന് തന്നെ പറയാം. മെറ്റൽ, റിയൽറ്റി, പൊതുമേഖലാ ബാങ്കുകൾ നേട്ടത്തിലായപ്പോൾ വിപണി ഇന്ന് താഴേക്ക് വലിച്ചിഴച്ചത് IT, മീഡിയ ഓഹരികളാണെന്ന് തന്നെ പറയാം. ഇനി സൂചികകളിലേക്ക് വരികയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റിയുടെ എല്ലാ സൂചികകളും ഒരു നെഗറ്റീവ് മോഡിലാണ് ഇന്ന് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. ഇന്ന് സർവകാല റെക്കോർഡ് പോയിന്റ് വരെ എത്തിയിരുന്നതാണ് നിഫ്റ്റി. പക്ഷേ അതിനുശേഷം ഇന്ന് വ്യാപാരം അവസാനിച്ചപ്പോഴത്തേക്കും നഷ്ടത്തിലാണ് ഇന്ന് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. പോയിന്റിലേക്ക് വരികയാണെങ്കിൽ 141 പോയിന്റ് ഇടിവിൽ 22,055 പോയിന്റിലാണ് നിഫ്റ്റിയിൽ ഇന്ന് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികളിലേക്ക് 1% വീതം നഷ്ടം രേഖപ്പെടുത്തി. ഇനി നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിലേക്ക് വരികയാണെങ്കിൽ അവിടെയും ഒരു നെഗറ്റീവ് നോട്ടാണ്. 74 പോയിന്റ് ഇടിവിൽ 47,019 പോയിന്റിലാണ് നിഫ്റ്റി ബാങ്ക് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ
പൊതുമേഖലാ ബാങ്കുകളുടെയൊക്കെ തന്നെ ഓഹരിയിൽ ഒരു ചെറിയ രീതിയിൽ ഒരു ഉണർവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസത്തിൽ ഒരു പരിധിവരെ ബാങ്ക് ഓഹരികൾ ഉണർന്നു തന്നെയാണ് ഇരുന്നത്. പക്ഷേ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുമ്പോഴത്തേക്കും ചെറിയൊരു നഷ്ടം ബാങ്ക് ഓഹരികളിലും പ്രകടമാണെന്ന് തന്നെ പറയാം. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയിലേക്ക് വരികയാണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചിയായ സെൻസെക്സും ഇന്നൊരു നെഗറ്റീവ് നോട്ടിലാണ് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. 434 പോയിന്റിൽ ഇടിവിൽ 72,623 പോയിന്റിലാണ് സെൻസെക്സിലും ഇന്ന് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 6 ദിവസമായി ഒരു റെക്കോർഡ് തന്നെ ഭേദിച്ചുള്ള ഒരു വിജയ കുതിപ്പിലായിരുന്നു ഇന്ത്യൻ ഓഹരി വിപണി. അതിനൊക്കെ ശേഷം ഇന്ന് ഒരു മങ്ങിയ ആഗോള സൂചനകളുടെ ഒക്കെ തന്നെ ഒരു പ്രതിഫലനം ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണിയിലും പ്രതിഫലിച്ചു എന്ന് തന്നെ പറയാം. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ് DBFSന്റെ മാനേജിംഗ് ഡയറക്ടറായ പ്രിൻസ് ജോർജ് ആണ്. ഗുഡ് ഈവനിങ് ശ്രീ പ്രിൻസ് ജോർജ്. മാർക്കറ്റ് ഒരു 6 ദിവസത്തെ ഒരു കനത്ത പോരാട്ടത്തിന് ശേഷം ഇന്നൊരു നെഗറ്റീവ് നോട്ടിലാണ് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. എന്തൊക്കെ ഘടകങ്ങളാവാം മാർക്കറ്റിനെ ഒരു നെഗറ്റീവ് നോട്ടിലേക്ക് കൊണ്ടുപോയത്? അതുപോലെ തന്നെ നിക്ഷേപകർ വരും ദിവസങ്ങളിൽ പുലർത്തേണ്ട ജാഗ്രതകൾ എന്തൊക്കെയാണ് വിപണിയിൽ? ഗുഡ് ഈവനിങ് സൂര്യശ്രീ. നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് പ്രോഗ്രാമിൽ സൂചിപ്പിച്ചിരുന്നു മാർക്കറ്റ് ഒരു ഹൈയിൽ ചെന്നു 22,450 എന്നുള്ള ഒരു ഓൾ ടൈം ഹൈയിൽ ചെന്നിട്ട് അവിടെ നിന്ന് മാർക്കറ്റ് ഒരു സിഗ്നിഫിക്കൻറ്റ് റെസിസ്റ്റൻസ് ബിൽഡ് ചെയ്യുന്നു. മാർക്കറ്റ് കറക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റിയെ പറ്റി നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം ആ രീതിയിലുള്ള ഒരു ട്രേഡിംഗ് ആക്ടിവിറ്റിയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ആക്ച്വലി നമ്മൾ കണ്ടത്. നല്ല ഒരു ശക്തമായ സെല്ലിങ് ലാസ്റ്റ് ഹാഫ് ആൻ അവറിലാണ് ഉണ്ടായത്. എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഇങ്ങനെ ഒരു കറക്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇതൊരു സാധാരണ രീതിയിൽ മാർക്കറ്റിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ട്രെൻഡ് റിവേഴ്സൽ എന്ന് നമ്മൾ പറയും. അതായത് ഒരു ട്രെൻഡ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മുകളിലേക്ക് പോകുമായിരുന്നു, അത് പീക്കിൽ വന്നിട്ട് റിവേഴ്സ് ചെയ്തു. കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇന്നത് സെൽ ഓഫ് വന്നപ്പോൾ കഴിഞ്ഞ തവണ വന്ന ഓൾ ടൈം ഹൈ ലെവലിൽ താഴേക്ക് വന്നാണ് ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ട്രെൻഡ് റിവേഴ്സൽ ചിലപ്പോൾ 2-3 ദിവസവും കൂടെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇതൊരു വലിയൊരു നെഗറ്റീവ് സിറ്റുവേഷൻ ആണെന്ന് വെച്ചാൽ അത്ര വലിയൊരു നെഗറ്റീവ് സിറ്റുവേഷൻ ഒന്നുമല്ല. കാരണം മാർക്കറ്റിൽ കുറച്ചൊരു ഓവർബോട്ട് സിറ്റുവേഷൻ 2-3 ദിവസങ്ങളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എങ്കിലും ഇൻവെസ്റ്റേഴ്സ് പൊതുവെ ഹാപ്പി ആയിരുന്നു. കാര്യം പല സെക്ടേഴ്സും മുകളിലേക്ക് പോയതുകൊണ്ട്. അതുകൊണ്ട് ഈ ട്രെൻഡ് അടുത്ത 2-3 ദിവസം കൂടെ ചിലപ്പോൾ താഴേക്ക് വരാം. അതൊരു നല്ല ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറാനുള്ള ചാൻസും ഉണ്ട്. അടുത്ത ആഴ്ച F&O എക്സ്പയർ ചെയ്യാണ്, അതാണ് പ്രധാന കാരണം. അതുകൊണ്ടാണ് ഒരു സെൽ ഓഫ് മാർക്കറ്റിൽ ദൃശ്യമായത്. ഓക്കെ, നന്ദി. ശ്രീ പ്രിൻസ് ജോർജ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായെത്തിയത്. US മാക്രോ ഡേറ്റകളടക്കം വിപണിയെ സ്വാധീനിച്ചേക്കാവുന്ന ഒട്ടേറെ ഘടകങ്ങൾ ഈ ആഴ്ച ഇനിയും ബാക്കിയുണ്ട്. വിപണിയിലെ കൂടുതൽ വാർത്തകളുമായി നാളെ കാണാം. ഇനി ഇന്ന് സംഭവിച്ചതുമായി അനുജ തുടരും. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഇന്ന് സംഭവിച്ചതിലേക്ക് വീണ്ടും. ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, വെന്തുരുകി കേരളം. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ്. 7 ജില്ലകളിൽ താപനില സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. MG പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, തുടർച്ചയായ ദിവസങ്ങളിൽ ഈ തരത്തിലേക്ക് യെല്ലോ അലേർട്ടാണ് കാലാവസ്ഥാ കേന്ദ്രം പുറപ്പെടുവിക്കുന്നത്. അത് ജില്ലകളുടെ എണ്ണം കൂടി വരുന്നു എന്നൊക്കെയുള്ളതാണ്. ഇന്നിപ്പോൾ നിലവിൽ എത്ര വരെ ആകാം ഓരോ ജില്ലകളിലും എന്നതാണ്. മുന്നറിയിപ്പുള്ള ജില്ലകൾ ഏതൊക്കെയാണ്? 7 ജില്ലകൾ. അനുജ, കഴിഞ്ഞ ദിവസങ്ങളിലേതിന് സമാനമായി തന്നെ സംസ്ഥാനത്ത് വീണ്ടും താപനില വർദ്ധിക്കുകയാണ്. കൂടുതൽ ജില്ലകൾക്ക് മുന്നറിയിപ്പ് കൂടി നിലവിൽ കാലാവസ്ഥാ വകുപ്പ് നൽകുകയാണ്. ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം ഇന്നും നാളെയും കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിലും ഒപ്പം ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലും ഉയർന്ന താപനില ഉണ്ടായിരിക്കുമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊല്ലം, കോട്ടയം, പാലക്കാട് 3 ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ഒപ്പം ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതായത് സാധാരണ താപനിലയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ വർധനവാണ് നിലവിൽ രേഖപ്പെടുത്തുന്നത്. വരും ദിവസങ്ങളിലും ഈ താപനില കൂടാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. കാരണം വേനൽക്കാലം ആരംഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അതിനു മുൻപ് തന്നെ ഇത്തരത്തിൽ ഉയർന്ന താപനില സംസ്ഥാനത്ത് രേഖപ്പെടുത്തുന്നു. രാജ്യത്ത് തന്നെ ഉയർന്ന താപനില രേഖപ്പെടുത്തുന്ന സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. ആ കാരണങ്ങൾ കൊണ്ട് തന്നെ കനത്ത ജാഗ്രത ഇക്കാര്യത്തിൽ വേണമെന്നതാണ് ആരോഗ്യവകുപ്പും. സംസ്ഥാനത്ത് കൊടും ചൂടാണ്. വരും ദിവസങ്ങളിൽ ചൂട് കൂടുമെന്നുള്ളതാണ്. ഇപ്പോൾ 7 ജില്ലകളിൽ നിലവിൽ ജാഗ്രത മുന്നറിയിപ്പുണ്ട്. 37 ഡിഗ്രി സെൽഷ്യസും 36 ഡിഗ്രി സെൽഷ്യസും ഈ ജില്ലകളിൽ എത്താൻ സാധ്യതയുണ്ട്. എറണാകുളം പള്ളുരുത്തിയിൽ ഉത്സവത്തിനിടെ ആന ഇടഞ്ഞു. പള്ളുരുത്തി ഭുവനേശ്വരി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് സംഭവം. ആനയെ തളയ്ക്കാൻ ശ്രമം തുടരുകയാണ്. S. ശ്യാംകുമാർ വിവരങ്ങളുമായി. ശ്യാം, ഏറ്റവും പുതിയ വിവരങ്ങൾ.
കൊമ്പനാനയാണ് ഇവിടെ പള്ളുരുത്തി ഭവനേശ്വരി ക്ഷേത്രത്തിൽ ഉത്സവത്തിനായി കൊണ്ടുവന്നതിനിടെ ഇടഞ്ഞത്. ആന മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ആന ഇടഞ്ഞ ഉടൻ തന്നെ ആനയെ പിൻകാലുകളിൽ കൂച്ചുവിലങ്ങിട്ട് നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആന അമ്പലപ്പറമ്പിൽ തന്നെ നിൽക്കുകയാണ്. മറ്റു സ്ഥലങ്ങളിലേക്ക് ഓടുകയോ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല. നിലവിൽ പോലീസ് ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. എലിഫന്റ് സ്ക്വാഡ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എലിഫന്റ് സ്ക്വാഡിന്റെയും ആനയുടെ പാപ്പാന്മാരുടെ നേതൃത്വത്തിൽ ആനയെ നിയന്ത്രിച്ച് സ്ഥലത്ത് നിന്ന് മാറ്റുന്നതിനുള്ള ശ്രമമാണ് നടക്കുന്നത്. ആന അതേ സ്ഥലത്ത് തന്നെ, എവിടെയാണോ ആന ആദ്യമായി ഇടുന്നത് അതേ സ്ഥലത്ത് തന്നെയാണ് ആന ഇപ്പോഴും നിൽക്കുന്നത്. മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതായിരുന്നു ആദ്യം ഈ സ്ഥലത്ത് ഉണ്ടായിരുന്ന ആളുകൾ ഉൾപ്പെടെ നമ്മളോട് പറഞ്ഞത്. ഏതായാലും ആനയെ തളയ്ക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ആന ഇടഞ്ഞു കറിഞ്ഞ് വലിയ ആൾക്കൂട്ടം ക്ഷേത്രത്തിന്റെ പല ഭാഗങ്ങളിലായി വന്നിട്ടുണ്ട്. ക്ഷേത്ര ഉത്സവത്തിനായി എത്തിച്ച ആനയാണ് ഇപ്പോൾ അല്പം ഇടഞ്ഞിരിക്കുന്നത്. ഏതായാലും ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങളാണ് എലഫന്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ആനയെ നിയന്ത്രിച്ച് ആനയെ കൊണ്ടുവന്ന് അതേ ലോറിയിലേക്ക് തന്നെ കയറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അത് ഏകദേശം പാപ്പാന്മാർ അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആനയെ ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. ഏതായാലും ആനയെ അല്പസമയത്തിനകം പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത്. അനുജ, ശ്യാമ, ഈ ആനയെ പൂർണ്ണമായും അല്പസമയത്തിനകം നിയന്ത്രണ വിധേയമാക്കുമെന്നൊക്കെ പറയുമ്പോൾ ആദ്യം തുടക്കത്തിൽ ഇത് ഇടഞ്ഞ സമയത്ത് ഏതെങ്കിലും തരത്തിൽ അവിടെ ആർക്കെങ്കിലും പരുക്ക് പറ്റുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇത് അക്രമാസക്തനാകുന്ന വേളയിൽ? അനുജ, അത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ആന ചെറിയ അസ്വസ്ഥതകൾ കാണിക്കുകയും ഇവിടെ ഇടയുന്നതിന്റെ ചില ലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്തപ്പോൾ തന്നെ ആനയെ കാലുകളിൽ ഇടച്ചങ്ങൽ ഉപയോഗിച്ച് ബന്ധിച്ചിരുന്നു. ഇതോടുകൂടി ആനയ്ക്ക് സ്ഥലത്ത് നിന്ന് ഓടാനോ മറ്റും കഴിയാത്തൊരു സ്ഥിതി ഉണ്ടായി. തുടർന്ന് അതേ സ്ഥലത്ത് ആന ഇടഞ്ഞ എവിടെയാണോ അവിടെ തന്നെയാണ് ആന നിന്നിരുന്നത്. ഇതിനുശേഷമാണ് ആന അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ മാറുകയും മറ്റും ചെയ്തത്. ഇതോടുകൂടിയിട്ടാണ് പോലീസിലും എലിഫന്റ് സ്ക്വാഡിലും ഉൾപ്പെടെ വിവരം അറിയിച്ചത്. പാപ്പാന്മാർക്ക് ആനയെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ ഇപ്പോൾ അതേ പാപ്പാന്മാരും എലിഫന്റ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥരും ചേർന്ന് ആനയെ പൂർണ്ണമായും നിയന്ത്രിച്ചിട്ടുണ്ട്. ആനയെ അത് കൊണ്ടുവന്ന അതേ വാഹനത്തിലേക്ക് തന്നെ കയറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. നേരത്തെ ആനയുടെ അടുത്തേക്ക് എത്താൻ പാപ്പാന്മാർക്ക് കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ പാപ്പാന്മാർ ഉൾപ്പെടെ ആനയുടെ അടുത്തെത്തുകയും ആനയെ സ്പർശിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും ഇടച്ചങ്ങല ബന്ധിച്ചു നിർത്തിയിരിക്കുന്ന ആനയായതിനാൽ അതിനെ ഓടാനും മറ്റും കഴിഞ്ഞിട്ടില്ല. ഏതായാലും മറ്റ് അപകടങ്ങളോ അനിഷ്ട സംഭവങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ആനയെ ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കും എന്നുള്ളതാണ് എലിഫന്റ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നേരത്തെ നമ്മളോട് പറഞ്ഞത്. എറണാകുളം പള്ളുരുത്തിയിലാണ് ഉത്സവത്തിനിടെ ആന ഇടഞ്ഞത്. ഭുവനേശ്വരി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് സംഭവം ഉണ്ടായത്. ആനയെ തളയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. എന്നാൽ നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ആന പൂർണ്ണമായും നിയന്ത്രണത്തിലാണ് എന്ന വിവരമാണ് ശ്യാംകുമാർ നൽകിയത്. ഇന്ന് സംഭവിച്ച വാർത്തകളുടെ വിശദാംശങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.